വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുന്നു. യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ 2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയും ഈ അധ്യായത്തിലുള്ള തുടർന്നുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയും നടത്തിയിരിക്കുന്ന സുവിശേഷ പ്രസംഗം, ഈ അധ്യായത്തിൽ നിന്ന് 4 മെസ്സേജുകളാണ് ചെയ്തിരിക്കുന്നത്. അതിലെ 2ാമത്തെ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ സുവിശേഷ പ്രസംഗം ശ്രദ്ധിക്കുവാൻ വിലയേറിയവരായ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയപ്പോൾ തന്നെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്ന് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ എലിയാവെന്നും, ചിലർ ഇരമ്യാവെന്നും, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തരെന്നും പറയുന്നു എന്ന് ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് കർത്താവ് അവരോട് തിരിച്ചു ചോദിച്ചു. ഓരോരുത്തരും ഓരോ മറുപടികൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായി എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന വിഷയത്തെ കുറിച്ച് ഇതിനു മുൻപേ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ദൈവസഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് പറഞ്ഞു എന്ന വിഷയത്തെ കുറിച്ചാണ് ഇപ്പോൾ വിവരിക്കുന്നത്. എന്താണ് പാതാളം? എന്താണ് പാതാള ഗോപുരം? എന്തിനാണ് ഈ പാതാള ഗോപുരം ദൈവസഭയെ ജയിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് പാതാള ഗോപുരത്തിന് ദൈവസഭയെ ജയിക്കാൻ സാധിക്കാത്തത്? ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യമായി ഗോപുരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ രീതി വെച്ച് നോക്കിയാൽ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഏറെയൊന്നും കാണാനില്ല. സാധാരണയായി നാം ഗോപുരം കാണുന്നത് മുസ്ലിം പള്ളികളിലാണ്. ഭൂരിപക്ഷം മുസ്ലിം പള്ളികളിലും ഒരു ഗോപുരം ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് ആ ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് വിളിച്ചാൽ ദൂരെയൊക്കെ കേൾക്കുമായിരുന്നു. അതിനുവേണ്ടിയാണ് പണ്ട് കാലത്തെ ഗോപുരം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. മൈക്കിൽ കൂടെയാണ് അവർ ബാങ്ക് വിളിക്കുന്നത്. എന്നാൽ മൈക്കിന്റെ കോടാമ്പി കൊണ്ടുപോയി ഈ ഗോപുരത്തിന്റെ മുകളിൽ കെട്ടിവെക്കും. അപ്പോൾ പരമാവധി ദൂരത്തിൽ അത് കേൾക്കും. അപ്പോൾ ഗോപുരത്തിന്റെ ഉപയോഗം അത് തന്നെയാണ്, വളരെ ദൂരേക്ക് ശബ്ദം കേൾപ്പിക്കുക. അതല്ലെങ്കിൽ അതിന്റെ മുകളിൽ കയറി നിന്ന് വളരെ ദൂരെയുള്ളതായ കാഴ്ചകൾ കാണുക. അതാണ് ഗോപുരത്തിന്റെ പ്രത്യേകത. അതിനുവേണ്ടിയാണ് ഗോപുരങ്ങൾ ഉണ്ടാക്കുന്നത്. വെറുതെ അലങ്കാരത്തിനു വേണ്ടി ചിലരൊക്കെ ഗോപുരം ഉണ്ടാക്കുന്നുണ്ടാകാം. പക്ഷേ പണ്ട് കാലത്തെ പാലസ്തീൻ നാട്ടിൽ ഗോപുരം ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെ ആ കാവൽക്കാരൻ അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കി കാര്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടിയായിരുന്നു. എല്ലാ ഗോപുരത്തിന്റെയും മുകളിൽ ഇപ്രകാരം ഓരോ പട്ടണത്തിനും കാവൽക്കാരുണ്ടായിരിക്കും. ഈ വിഷയം നാം കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചുറ്റുപാട് വെച്ച് പഠിച്ചാൽ പോരാ. കേരളത്തില് ഇപ്പൊ കോട്ടയം എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ടാണ് കോട്ടയം ആരംഭിക്കുന്നത്, എവിടെയാണ് കോട്ടയം അവസാനിക്കുന്നത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് ചിലപ്പോൾ അതിരൊക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ വഴിയാത്ര പോകുന്ന ഒരു മനുഷ്യന് എവിടെയാണ് മുനിസിപ്പാലിറ്റി ആരംഭിച്ചത്, എവിടെയാണ് അവസാനിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ ആയിരുന്നില്ല പാലസ്തീൻ നാട്ടിലെ രീതി. അവിടെ ഓരോ ഗ്രാമത്തിനും ഓരോ പട്ടണത്തിനും ചുറ്റും മതിലുണ്ടായിരുന്നു. ആ മതിലിനുള്ളിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. യെരുശലേമിന് ചുറ്റും വലിയൊരു മതിലുണ്ടായിരുന്നു. ആ മതിൽ പൊളിഞ്ഞു കിടന്നപ്പോൾ അത് പണിയാനുള്ളതായ സജ്ജീകരണത്തെ കുറിച്ചൊക്കെയാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. യെരുശലേമിന് മാത്രമല്ല, പ്രധാന പട്ടണങ്ങൾക്കെല്ലാം മതിലുണ്ടായിരുന്നു. എടുത്തു പറയത്തക്ക വലിപ്പമുള്ള പ്രാധാന്യമുള്ള എല്ലാ ഗ്രാമങ്ങൾക്കും മതിലുണ്ടായിരുന്നു. ഈ മതിലിനുള്ളിലാണ് ജനങ്ങൾ വീട് വെച്ച് താമസിച്ചിരുന്നത്.
മതിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പോലെ കൊച്ചു ഗേറ്റ് ഒന്നുമല്ല. നല്ല വീതിയില് 40-50 അടി വീതിയിൽ. ശ്രദ്ധിക്കുക, ഉയരമല്ല പറഞ്ഞത്, 40-50 അടി വീതിയിൽ 40-50 അടി ഉയരത്തിൽ അതുണ്ടാക്കുമായിരുന്നു. 40-50 അടി എന്നൊക്കെ പറയുമ്പോൾ നല്ല നീളവും വീതി ഉണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ചിലരൊക്കെ മതിലിന്റെ മുകളിൽ തന്നെ വീട് വെച്ച് താമസിക്കുമായിരുന്നു. രാഹാബ് താമസിച്ചിരുന്നത് ഇപ്രകാരം മതിലിന്റെ മുകളിൽ പണിത ഒരു വീടിന്മേലായിരുന്നു. അങ്ങനെ ആ കാലത്തെ മതിലിന്മേൽ വീട് വെച്ച് താമസിക്കത്തക്ക വിധത്തിൽ അത്ര വലിയ മതിലുകളാണ് ഉണ്ടാക്കിയിരുന്നത്. ശത്രുവിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയായിരുന്നു ഇപ്രകാരം മതിലുകൾ ഉണ്ടാക്കിയിരുന്നത്. ചെറിയ പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും ഒക്കെ ഒരു വാതിൽ മാത്രമേ ഉണ്ടാകൂ. യെരുശലേം പോലുള്ള വലിയ പട്ടണങ്ങൾക്ക് ഒന്നിലധികം വാതിലുകൾ ഉണ്ടാകും. യെരുശലേമിന് 12 വാതിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തൽക്കാലം നമുക്ക് ഒരു വാതിലിനോടുള്ള ബന്ധത്തിൽ ഈ വിഷയം പഠിക്കാം. പട്ടണത്തിലെ ഒരു വാതിലുണ്ട്. ആ വാതിൽ എന്ന് പറയുന്നത് 10-40 അടി വീതിയുള്ളതായ മതിലാണെന്ന് ഓർക്കണം. അപ്പോൾ വാതിൽ എന്ന് പറയുന്നിടത്ത് തന്നെ ചെറിയൊരു വാതിലല്ല വരുന്നത്. ആ മതിൽ കണ്ടിച്ചു വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 10-40 അടി വീതിയുള്ളതായ ഒരു ഭാഗമാണത്. മതിലിന്റെ വാതിലിന് ചിലപ്പോൾ 20-25-30 അടി വീതി ഉണ്ടെങ്കിൽ 40x30 അളവുള്ളതായ ഒരു പ്രദേശമാണത്. സാധാരണയായി അവിടെ ഒരു ഗേറ്റ് ഉണ്ടാകും. രാവിലെ ഗേറ്റ് തുറക്കും, വൈകിട്ട് അടയ്ക്കും. അപ്പോൾ രാവിലെ പണിക്കും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പുറത്തേക്ക് പോകും. വാതിൽക്കൽ കാവൽക്കാരുണ്ടായിരിക്കും. രാത്രിയാകുമ്പോൾ ഗേറ്റ് അടയ്ക്കും. പിന്നീട് ആർക്കും അതിനുള്ളിൽ പ്രവേശനമില്ല. മാത്രമല്ല, രാവും പകലും കാവൽക്കാരുണ്ട്. ഈ ഗേറ്റിന്റെ മുകൾ ഭാഗത്ത് വലിയൊരു ഗോപുരം ഉണ്ടായിരിക്കും. ഈ ഗോപുരത്തിന്റെ മുകളിലാണ് കാവൽക്കാരൻ നിൽക്കുന്നത്. രാവും പകലും അവർ കാവൽ നിൽക്കുകയാണ്. നിലത്ത് നിന്നാൽ 50-100 അടി അല്ലെങ്കിൽ 200-500 അടി അകലത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഗോപുരത്തിന്റെ മുകളിൽ നിൽക്കുന്ന വ്യക്തിക്ക് 50 മൈലോ 100 മൈലോ അകലെയുള്ളതായ കാഴ്ചകൾ കാണുവാൻ കഴിയും. അങ്ങേ ദൂരെ 100 മൈൽ അകലത്തിൽ ശത്രു എത്തുമ്പോൾ തന്നെ ഈ കാവൽക്കാരൻ അത് കാണുവാനുള്ള കഴിവുണ്ട്. അവൻ അവിടെ ഒന്ന് വിളിച്ചു പറയും, ഇതാ ശത്രുക്കൾ വരുന്നു. ഈ വാക്കുകൾ കേട്ടിട്ട് പട്ടണത്തിലുള്ളവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങും. അഥവാ അവർ ഒരുങ്ങിയില്ലെങ്കിൽ അവർ തന്നെ ഉത്തരവാദി. അതുകൊണ്ടാണ് കർത്താവ് പ്രവാചകനോട് പറയുന്നത്, നിന്നെ ഞാനിതാ ദേശത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. ശത്രു വരുന്നത് കണ്ടിട്ട് നീ വിളിച്ചു പറയുകയും അവർ ഒരുങ്ങുകയും ചെയ്താൽ നല്ലത്. എന്നാൽ നീ വിളിച്ചു പറഞ്ഞിട്ട് അവർ ഒരുങ്ങുന്നില്ല എങ്കിൽ രക്തപാതകം അവരുടെ മേലിരിക്കും. എന്നാൽ നീ ശത്രു വരുന്നത് കണ്ടിട്ടും നീ വിളിച്ചു പറയാതിരുന്നാൽ അവർ നശിച്ചു പോകും, പക്ഷേ രക്തം നിന്റെ മേലിരിക്കും. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ദേശത്തിന്റെ കാവൽക്കാരായി ദൈവം നിയമിച്ചിരിക്കുകയാണ്. ശത്രു വരുന്നത് കാണുമ്പോൾ വിളിച്ചു പറയുക എന്നുള്ളത് ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലിയാണ്. ഇതാ വലുതും ഭയങ്കരമായ ഒരു നാൾ വരുന്നു. അറുക്കാനും മുടിക്കാനുമായി ഇതാ ഒരു കള്ളൻ വരുന്നു. ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് നമുക്കുണ്ട്. കാരണം നാം ഗോപുരത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. അറുക്കാനും മുടിക്കാനുള്ളവൻ, ആടുകളെ നശിപ്പിക്കുവാനുള്ളവൻ, ആടുകളെ കൊന്നു തിന്നുവാനുള്ളവൻ, തുമ്പുകെട്ട ഇടയൻ ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അത് നാം മുൻകൂട്ടി കണ്ട് വിളിച്ചു പറയേണ്ടതാണ്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.